Next, procedure to find the amplitude and frequency of limit cycle. Okay, so this is a question topic. Find the step describing function of non-linear element. Okay, so we relay, saturation, dead zone, dead zone with relay, dead zone with saturation. Describing function നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, സോ അതിനകത്ത് ചില ഡിസ്ക്രൈബിംഗ് ഫങ്ഷൻസ് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, സോ ഡിസ്ക്രൈബിംഗ് ഫങ്ഷൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ആദ്യത്തെ പ്രോബ്ലം തന്നെ ഫൈൻഡ് ദ ഡിസ്ക്രൈബിംഗ് ഫങ്ഷൻ ഓഫ് ദ നോൺ ലീനിയർ സിസ്റ്റം എന്നാണ്. നമ്മൾ പ്രോബ്ലം തരുമ്പം ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പോകരുത്. ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഓഫ് ഇതെന്ന് പറയുന്നത് ഇതാണ് എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ, അറ്റ്ലീസ്റ്റ് സാച്ചുറേഷൻ, അതുപോലെ തന്നെ സിമ്പിൾ റിലേ, അതുപോലെ തന്നെ ഡെഡ് സോൺ, ഇതിൻ്റെയൊക്കെ ഡിസ്ക്രൈബിംഗ് ഫങ്ഷൻസ് അറിഞ്ഞിരിക്കുക. എന്നാൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് plot 1/kn of x locus by varying x from 0 to a large value and mark the direction of increasing x. Okay, so എന്താണ് -1/kn of x locus വരയ്ക്കുക. Okay, varying x from 0 to a very large value. Okay, ഇനി തേർഡ് g of j omega locus വരയ്ക്കുക, where by varying omega from 0 to infinity. നമുക്ക് 0 to infinity ഒന്നും വേരി ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. നമുക്ക് 0 to വരയ്ക്കാനാണെങ്കിൽ 0 to ഒരു 1.2 അല്ലെങ്കിൽ 2 വരെയുള്ള വാല്യൂസ് എടുത്താൽ മതിയായിരിക്കും. ഓക്കെ, സോ അങ്ങനെ ജി ഓഫ് ജി ഒമേഗ ലോക്കസ് കണ്ടുപിടിക്കുക, പ്ലോട്ട് ചെയ്യുക. ഇനി ഒരു ഇൻ്റർസെക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ലിമിറ്റ് സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ ലിമിറ്റ് സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഉണ്ടെങ്കിൽ മാത്രം നമ്മൾക്ക് ലിമിറ്റ് സൈക്കിളിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ നമുക്കിനി ബാക്കി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ഒരു പ്രോബ്ലത്തിൽ കൂടി നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഞാൻ ഇവിടെ ഒരു സിമ്പിൾ റിലേ അല്ലെങ്കിൽ ഐഡിയൽ റിലേ ആണ് എടുത്തിരിക്കുന്നത് ആസ് സാച്ചുറേഷൻ എലമെൻറ്റ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 - 10 ആണ് എം എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, സോ നമുക്കറിയാം ഡിസ്ക്രൈബിംഗ് ഫങ്ഷൻ ഫോർ ഐഡിയൽ റിലേ എന്ന് പറയുന്നത് എന്താണ്? kn of x എന്ന് പറയുന്നത് ഈക്വൽ ടു 4m by pi x tan angle 0 degree. ഓക്കെ, സോ ഇത് നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഓക്കെ, ഇവിടെ എം എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. therefore kn of x എന്ന് പറയുന്നത് എന്തായിരിക്കും? 40 by pi x tan angle 0 degree. ഇനി -1/kn of x എന്ന് പറഞ്ഞാൽ -pi x by 40. ഓക്കെ, tan angle 0 degree. ഓക്കെ, -1 ഇൻറ്റു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് tan angle -180 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അത് വെച്ച് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും -180 ഡിഗ്രി എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു പാർട്ടാണ്. നെഗറ്റീവ് റിയൽ ആക്സിസിനെയാണ് -180 ഡിഗ്രി എന്ന് പറയുന്നത്. ഈ ഒരു പാർട്ടിനെയാണ് -180 ഡിഗ്രി എന്ന് പറയുന്നത്. സോ ഇതായിരിക്കും -1/kn of x locus. ഓക്കെ, നെഗറ്റീവ് റിയൽ ആക്സിസ്. ഓക്കെ, ബിക്കോസ് ഇതിൻ്റെ ആംഗിൾ -1/kn of x എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു 1/kn of x ആണ്. ഓക്കെ, -1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 അറ്റ് ആൻ ആംഗിൾ -180 ഡിഗ്രിയാണ്. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് -180 ഡിഗ്രി ആണെന്ന് എഴുതാം. അല്ലെങ്കിൽ എക്സ് -1/kn of x. ഓക്കെ, ഇത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. പക്ഷേ ഇത് റിലേ ആയതുകൊണ്ട് ഇങ്ങനെ കിട്ടാൻ എളുപ്പമാണ്. ഇനി നമ്മൾ വേറെ സാച്ചുറേഷനോ ഡെഡ് സോണോ ഒക്കെ ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ്, കോസ്, റൂട്ട് എല്ലാം വരും. ഓക്കെ, സോ അപ്പം ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലത്
ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതാണ്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 0 ഇടുകയാണെങ്കിൽ 0, 2 ഇടുകയാണെങ്കിൽ -0.17. ഇവിടെ എക്സിന് വാല്യൂസ് ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ്. 10 ഇടുകയാണെങ്കിൽ -0.78, 50 ഇടുകയാണെങ്കിൽ -3.927, 100 ഇടുകയാണെങ്കിൽ -7.85, ഇൻഫിനിറ്റി ഇടുകയാണെങ്കിൽ -ഇൻഫിനിറ്റി നോക്കാം. അതായത് ഇത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ നെഗറ്റീവ് വാല്യൂസ് 0, -0, ഇവിടെ പോയിന്റ്, -3, -7, ഇൻഫിനിറ്റി. സോ -1/kn of x എന്ന് പറയുന്നത് നെഗറ്റീവ് റിയൽ ആക്സിസിൽ ഒരു പോയിൻ്റായിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, സോ ഞാനിവിടെ ജസ്റ്റ് ടാബുലേഷൻസ് കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, സോ -1/kn of x ലോക്കസ് നമ്മൾ പ്ലോട്ട് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ g of j omega ലോക്കസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, g of j omega എന്ന് പറഞ്ഞാൽ g of s is equal to നമുക്ക് തന്നിട്ടുണ്ട് 1/s into 1 plus s into 2 plus s എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം s is equal to j omega എന്ന് കൊടുത്താൽ g of j omega is equal to 1/j omega into 1 plus j omega into 2 plus j omega എന്ന് കിട്ടും. ഓക്കെ, സോ ഇനി പോളാർ പ്ലോട്ട് വരയ്ക്കാൻ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് j ഒമേഗ കാണണം, അതുപോലെ ഫേസ് ഓഫ് j ഒമേഗ കാണണം. അപ്പം മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? j ടേം വേണ്ട, ബാക്കി എല്ലാത്തിൻ്റെയും റൂട്ട് എടുക്കുക. j ഒമേഗയുടെ ഒമേഗ സ്ക്വയർ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2 പ്ലസ് 2 സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ, അതായത് 4 പ്ലസ് ഒമേഗ സ്ക്വയർ. ഇനി ഫേസ് ഓഫ് j ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? j ഒമേഗയുടേത് -90. ഇനി 1 പ്ലസ് j ഒമേഗയുടേത് -tan ഇൻവേഴ്സ് ഒമേഗ, 2 പ്ലസ് j ഒമേഗയുടേത് -tan ഇൻവേഴ്സ് ഒമേഗ ബൈ 2. ഓക്കെ, സോ ഇത് നമ്മൾ എങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് കാണുന്നത്, എങ്ങനെയാണ് ആംഗിൾ കാണുന്നത്, ഇതെല്ലാം ബോർഡേ പ്ലോട്ടും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് g of j ഒമേഗയുടെ മാഗ്നിറ്റ്യൂഡും ആംഗിളും. ഓക്കെ, ഇവിടെ നിന്നാണെങ്കിൽ ഇവിടുത്തെ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ, അതാണ് മാഗ്നിറ്റ്യൂഡ്. ഇനി ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ താഴെ ആയതുകൊണ്ടാണ്, മേളിലാണെങ്കിൽ പ്ലസ് ആയിരുന്നേനെ. j ഒമേഗയുടേത് -90 ഡിഗ്രി, 1 പ്ലസ് j ഒമേഗയുടേത് ടാൻ ഇൻവേഴ്സ് ഒമേഗ ബൈ, ഇവിടെ 1 ആണ്, സോ 1. ഇവിടെ -tan ഇൻവേഴ്സ് ഒമേഗ ബൈ ഇവിടെ 2 ആണ്, ഹെൻസ് 2. ഓക്കെ, ഇനി ഒമേഗയുടെ വാല്യൂസ് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ഒമേഗ പ്ലോട്ട് ചെയ്യണം. ഓക്കെ, അപ്പം എന്തോ ചെയ്യും? ഒമേഗയ്ക്ക് ഞാൻ 0.2, 0.4, 0.5, 0.6, 0.8, 1, 1.2. ഓക്കെ, ഇത്രയും വാല്യൂസാണ് കൊടുക്കുന്നതെങ്കിൽ എങ്ങനെ പ്ലോട്ട് വാല്യൂസ് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. ഞാനിപ്പോൾ കാണിക്കാം. കാൽക്കുലേറ്റർ എടുക്കുക. നമ്മുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒമേഗയ്ക്ക് പകരം ഞാൻ എ എന്നുള്ള ഒരു വാല്യൂ ഇടുകയാണ്. ഞാൻ ഇതെടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു സാധനം എടുത്തു. മേളിൽ 1 ആണ്. ഓക്കെ, താഴെ ഒമേഗയ്ക്ക് പകരം ഞാൻ എ, ആൽഫ എ എന്ന് എടുത്തു. എ ഇൻറ്റു റൂട്ട് ഓഫ്, ഓക്കെ, എന്താണ് 1 പ്ലസ് ഒമേഗ സ്ക്വയർ, 1 പ്ലസ് ആൽഫ
a square. Okay, into root of 2 square 4 plus alpha a square. ഓക്കെ, അടിച്ചു. ഇനി കാൽക്കുലേറ്റ് കൊടുക്കുക. ഓക്കെ, എയുടെ വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കുക. അത് ഞാൻ 0.2 ആണ് ഇട്ട് കൊടുക്കുന്നത്. 0.2 ഇട്ട് കൊടുക്കുമ്പോൾ എയുടെ വാല്യൂ 2.43 ആണ് വന്നത്. ഓക്കെ, സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഒമേഗ 2.43. ഇനി വീണ്ടും കാൽക്കുലേറ്റ് അടിക്കുമ്പോൾ എക്ക് ഞാൻ 0.4 ഇട്ട് കൊടുക്കുക. ഓക്കെ, 1.13. ഓക്കെ, വീണ്ടും കാൽക്കുലേറ്റ് കൊടുക്കുക. എക്ക് ഞാൻ 0.5 ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ ഇട്ട് കൊടുക്കുക. സോ 0.867. ഓക്കെ, 0.87 എന്ന് ഞാൻ എഴുതി. ഓക്കെ, സോ ഇങ്ങനെ മുഴുവൻ വാല്യൂസും കണ്ടുപിടിക്കുക. സോ ഇവിടെ കിട്ടുന്നത് 0.68, 0.45, 0.31 and 0.23. ഓക്കെ, ഇങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡിൻ്റെ വാല്യൂസ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഫേസ് ഓഫ് ജി ഒമേഗ ഇതേപോലെ തന്നെ എന്ത് കൊടുക്കുക, ഈ ഫേസിൻ്റെ ഇക്വേഷൻ എഴുതി കൊടുക്കുക. -90 മൈനസ് ഷിഫ്റ്റ് ടാൻ ഇൻവേഴ്സ് എന്താണ് എ. ഓക്കെ, മൈനസ് ഷിഫ്റ്റ് ടാൻ ഇൻവേഴ്സ്, ഇവിടെ a/2 ഉണ്ട്, ഷിഫ്റ്റ് a/2. ഓക്കെ, എന്നിട്ട് കാൽക്കുലേറ്റ് കൊടുക്കുക. കാൽക്കുലേറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. 0.2 എടുക്കുമ്പോൾ -107 ആണ് കിട്ടുന്നത്. ഓക്കെ, കാൽക്കുലേറ്റ് 0.4 -123 ആണ് കിട്ടുന്നത്. ഓക്കെ, 123.11. ഓക്കെ, കാൽക്കുലേറ്റ് കൊടുത്ത് 0.5 കൊടുക്കുക. -130 കിട്ടും. 0.6. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ആ വാല്യൂസ് കണ്ടുപിടിക്കുക. ഓക്കെ, 171.15. ഓക്കെ, ഇനി ഇവിടെ GR ഓഫ് ജെ ഒമേഗ, GI ഓഫ് ജെ ഒമേഗ എന്തിനാണെന്ന് വെച്ചാൽ ഇത് പ്ലോട്ട് ചെയ്യുന്നത് പോളാർ പ്ലോട്ടിലാണ്. ഓക്കെ, സോ പോളാർ പ്ലോട്ട് എന്ന് പറയുന്നത് എപ്പോഴും അവൈലബിൾ ആകണമെന്നില്ല. നമ്മുടെ നോർമൽ ഗ്രാഫ് പേപ്പറിലേക്ക് പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് റിയൽ വാല്യൂവും ഇമാജിനറി വാല്യൂവും വേണം. ഓക്കെ, സോ ഈ തന്നിരിക്കുന്നതിന് എനിക്ക് റിയൽ ആൻഡ് ഇമാജിനറി, ഇതിപ്പോൾ പോളാർ കോർഡിനേറ്റ് ആണ്. സോ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സിലേക്ക് എനിക്ക് മാറ്റണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതുണ്ട്, ഇവിടെ റെക്റ്റ് എന്ന് പറയുന്ന ഇതുണ്ട്. സോ ഷിഫ്റ്റ് റെക്റ്റാങ്കുലർ എടുക്കുക. ഓക്കെ, ഫസ്റ്റ് വാല്യൂ 2.43 ആണ്. ഓക്കെ, ഷിഫ്റ്റ് -107. ഓക്കെ, കിടക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നതാണ് റിയൽ വാല്യൂ, അപ്പം -0.71. ഓക്കെ, വൈയുടെ വാല്യൂ -2.32. ഓക്കെ, ഇനി വീണ്ടും റെക്റ്റാങ്കുലർ എടുക്കുക, അടുത്ത വാല്യൂ കൊടുക്കുക. 1.13യും -123.1. ഓക്കെ, -0.661 -0.95. ഓക്കെ, സോ ഇങ്ങനെ എല്ലാ റിയലും പോളാറും ഇമാജിനറിയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക.
എന്നിട്ട് പ്ലോട്ട് ചെയ്യുക. അതാണ് നമ്മുടെ നെക്സ്റ്റ് ജോബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇമാജിനറി വാല്യൂസും കിട്ടി, റിയൽ വാല്യൂസും കിട്ടി. ഓക്കെ, സോ പ്ലോട്ട് ചെയ്യുക. അപ്പം നമ്മൾ മുമ്പേ വരച്ചു വെച്ചിരുന്ന പ്ലെയിനിലേക്ക് തന്നെ ഞാൻ ജസ്റ്റ് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ലോക്കസ് ആയിരിക്കും കിട്ടുന്നത്. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് പ്ലോട്ട് ചെയ്യുന്നില്ല, ഗ്രാഫ് പേപ്പർ എടുക്കുന്നില്ല. ഗ്രാഫ് പേപ്പറൊക്കെ എടുത്തു വെച്ച് നമ്മൾ അടുത്ത പ്രോബ്ലം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഇത് -1/kn(x) ഇത് g(j⍵) ലോക്കസും. ഓക്കെ, സോ ഈ പോയിന്റിലാണ് എന്തെന്ന് പറയുന്നത്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ്റർസെക്ഷൻ ഉണ്ടോ? ഉണ്ട്. ഇൻ്റർസെക്ഷൻ ഉള്ളത് കൊണ്ട് എന്താണ്, നമുക്ക് ലിമിറ്റ് സൈക്കിൾ എക്സിസ്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, സോ ലിമിറ്റ് സൈക്കിൾ എക്സിസ്റ്റ് ആവുന്നുണ്ട്. ഇനി എക്സിൻ്റെ വാല്യൂസ്, ഈ ഭാഗത്തുള്ള എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് കാരണം ഉണ്ടാകുന്നത് അൺസ്റ്റേബിൾ സിസ്റ്റം ആയിരിക്കും. ഈ സ്ഥലത്തുള്ളത് സ്റ്റേബിൾ സിസ്റ്റം ആയിരിക്കും. സോ അൺസ്റ്റേബിളിൽ നിന്ന് സ്റ്റേബിളിലേക്ക് പോകുന്നത് കൊണ്ട് എ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത് വെച്ചിട്ട് എ എന്ന് പറയുന്നത് ലിമിറ്റ് സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ദാറ്റ് ലിമിറ്റ് സൈക്കിൾ ഇസ് എ സ്റ്റേബിൾ വൺ. ഓക്കെ, സോ നമുക്ക് പറയാം ലിമിറ്റ് സൈക്കിൾ എക്സിസ്റ്റ് at point A and it is a stable limit cycle. ലിമിറ്റ് സൈക്കിൾ ഉണ്ട് അറ്റ് പോയിന്റ് എയിൽ. അത് സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ ആണ് വിത്ത് സസ്റ്റെയിൻഡ് ഓസിലേഷൻ. ഓക്കെ, സോ നമ്മളിപ്പം കണ്ടു, അതായത് ഇത് ഇമാജിനറി, ഇത് റിയൽ, ഇത് g(j⍵) and this is -1/kn(x) and there is an intersection A. ഓക്കെ, അപ്പം ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, 0 ഇമാജിനറി ആക്സിസിലാണ്. സോ 0j ആണ് ഇവിടുത്തെ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. സോ ഇതിനെ നമുക്ക് എന്താണ്, -1 + j0, അതുപോലെ -a + j0 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ അറ്റ് A imaginary part is equal to 0. ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, സോ നമുക്കറിയാം g(j⍵) എന്ന് പറഞ്ഞാൽ എന്താണ്, g(j⍵) is equal to 1/j⍵ into 1 + j⍵ into 2 + j⍵ ആണ്. ഓക്കെ, ഇതിനെ റിയലും ഇമാജിനറിയുമായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. സോ മേളിലും താഴെ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ കോൺജുഗേറ്റ് എന്താണ്, 0 + j⍵, 0 - j⍵. സോ 0 അത് വേണ്ട. സോ 1 - j⍵ into 2 - j⍵. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെ കോൺജുഗേറ്റ്. ഓക്കെ, j⍵ into a + b into a - b, a² - b². ഓക്കെ, so 1 + j⍵ into 1 - j⍵, 1² - j² j² എന്ന് പറഞ്ഞാൽ -1 which is equal to 1 + ω². സോ ഇവിടെ 1 + ω² into 4 + ω² എന്ന ഡിനോമിനേറ്റർ വരും. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ 2 - 2j⍵ - j⍵ - j² ω² by
j omega into 1 plus omega square into 4 plus omega square, which is equal to 2 plus omega square minus 3j omega by j omega into 1 plus omega square into 4 plus omega square. Okay, ഇതിനെ നമുക്ക് a by x minus b by x എന്ന ഫോമിലേക്ക് എഴുതാം. അതായത് 2 plus omega square by j omega into 1 plus omega square into 4 plus omega square, okay, minus 3j omega, j omega ഉണ്ട്. ഓക്കെ, സോ അത് രണ്ടും ക്യാൻസൽ ആയി പോകും. മൈനസ് 3 by 1 plus omega square into 4 plus omega square എന്ന് എഴുതും. ഓക്കെ, സോ ഇതിനകത്ത് j ടേം വരുന്നത് ഏതാ? ഇതാ. ഇത് j ടേം ഇല്ലാത്ത ടേമാണ്. സോ j ടേമിനെ 0 ആക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഇമാജിനറി പാർട്ടിനെ 0 ആക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ imaginary part of mod of g omega എന്ന് പറയുന്നത് മൈനസ് 2 by omega square by omega into 1 plus omega square into 4 plus omega square ആണ്. ഓക്കെ, ഇവിടെ ഒരു പോയിന്റിൽ ഇത് പ്ലസ് ആണ്. സോ ഇവിടെ മൈനസ് വരും, ഇവിടെ മൈനസ് വരും. ഓക്കെ, സോ അതുകൊണ്ടാണ് 2 മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു 0. ഹെൻസ് ഈ ടേം ഈസ് ഈക്വൽ ടു 0. minus 2 minus omega square equal to 0 implies omega square is equal to 2 is equal to plus or minus root 2 radians per second. Okay, therefore frequency of oscillation എന്ന് പറയുന്നത് ഇതാണ്. എന്ത്? plus root 2 radians per second. Okay, ഇനി ആംപ്ലിറ്റ്യൂഡ് ഓഫ് റേഡിയേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം റിയൽ പാർട്ട് ഓഫ് ജി ഒമേഗ j omega, ഓക്കെ, അറ്റ് എ, അതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഇസ് ഈക്വൽ ടു എന്താണ്? ആ സമയത്ത് 0.1/kn(x) അതിനോട് ഈക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, സോ എന്ന് വെച്ചാൽ -3/1 plus omega square into 4 plus omega square ഇതായിരുന്നല്ലോ റിയൽ പാർട്ട്. ആ സമയത്ത് ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് 1/6 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഈക്വൽ ടു -1/kn(x). കാരണം എന്താണ്? അവിടെ ലോക്കസ് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റ്. അപ്പോൾ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ 1/kn(x)നോട് ഈക്വൽ ആയിരിക്കും. സോ 1/kn(x) എന്ന് പറഞ്ഞാൽ -πx/40 ആണെന്ന് നമ്മൾ ആദ്യമേ ഡിസ്ക്രൈബിങ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചപ്പോഴേ കണ്ടായിരുന്നു. അപ്പം എക്സിൻ്റെ വാല്യൂ എത്രയാണ് അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഇതിവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് -2.12 യൂണിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് ഇതും റിയൽ പാർട്ട് എന്ന് പറയുന്ന ഇതുമാണ്. ഇമാജിനറി പാർട്ടിനെ ഇക്വേറ്റ് ടു 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒമേഗയുടെ വാല്യൂ കിട്ടും. അതാണ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ.
ഇനി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് റിയൽ പാർട്ട് അറ്റ് ഒമേഗ ഈസ് ഈക്വൽ ടു ഈ വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുന്നതിന് ഈക്വൽ ടു -1/kn(x) കിട്ടുക. ആ സമയത്തുള്ള എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതാണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ലിമിറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഫ്രീക്വൻസി ഓഫ് ലിമിറ്റ് സൈക്കിൾ കണ്ടുപിടിക്കാൻ മാത്രം നിങ്ങൾക്ക് ചോദിക്കുന്നുള്ളൂ. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി സാച്ചുറേഷൻ ലിമിറ്റ് ഒക്കെ ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ ഇട്ട് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ചോദിക്കത്തില്ല. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഓസിലേഷൻ, വെദർ ഇറ്റ് ഈസ് സസ്റ്റെയിൻഡ് ഓസിലേഷൻ, അതായത് സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ ആണോ അൺസ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ ആണോ എന്നേ ചോദിക്കാറുള്ളൂ.